സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഷീനക്ക് ടാറ്റു ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. കൺഫ്യൂഷനാണ്, കയ്യിൽ ചെയ്യണോ കാലിൽ ചെയ്യണോ. അതൊന്നുമല്ല അവളുടെ കൺഫ്യൂഷൻ. അവൾക്ക് ഇവിടെ എത്തിയപ്പോ മനസ്സ് മാറി. പാമ്പ് വേണ്ട, ഇവളുടെ അവൾ പറയാണ് കുഞ്ഞു പാമ്പ് മതി, ജനിച്ചു വീണ പാമ്പ് മതി എന്ന്. ഞാഞ്ഞോള് ഗൈസ്, അപ്പോൾ SI സെലക്ഷന് വേണ്ടിയിട്ടുള്ള അളവെടുക്കലാണ്. CD മൂസിനെ പറ്റിയ അവന്റെ പറ്റി അളവെടുത്തിട്ട് ഹൈറ്റ് ഇല്ലാന്ന് പറഞ്ഞ അവര് പറഞ്ഞു. ഹൈറ്റ് ഇല്ല. നീ സത്യം പറഞ്ഞ നീ ഓക്കെ ആണോ? നിനക്ക് കരയാൻ തോന്നുന്നുണ്ടോ? മാറിയത് കരഞ്ഞോ? അല്ല, ഞാൻ ഇവളുടെ അടുത്ത് ആദ്യം ചോദിച്ചു ടാറ്റു അടിക്കണമെന്ന് ഇവൾ പറഞ്ഞപ്പം ശരി നീ ഡിസൈൻ അയക്കെന്ന് പറഞ്ഞു. അപ്പൊ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡിസൈൻ അയച്ച്. എന്നിട്ട് ഇപ്പൊ പറയാം ഇനി എന്റെ കണ്ണിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു. എന്ത് അത്രയും ചെറുതാക്കിയുള്ളത്? സാരമില്ല, അത് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിനക്ക് അമൃതയുടെ ഞാൻ പറഞ്ഞ മറ്റേ ടാറ്റു അടിച്ചോളൂ. എന്റെ കയ്യിൽ സ്ഥലമില്ല, കുഞ്ഞു കൈയാണ് എന്റെ. അമൃതയുടെ കൈ ഏറ്റവും വലുത്. ടാറ്റു അടിക്കുവാണെങ്കിൽ ഞാൻ ടാറ്റു അടിക്കാനാണെങ്കിൽ ഞാൻ വരില്ല. സോ ഗൈസ്, അപ്പോൾ ഇവിടെ ടാറ്റു അടിക്കുന്നതിന് മുന്നേ ആദ്യം ഇവര് വാതിലൊക്കെ ലോക്കി. വേറെ ഒന്നുമല്ല, ഇവള് ഇറങ്ങി ഓടാണ്ടിരിക്കാൻ വേണ്ടിട്ട് താക്കോൽ എന്നിട്ട് പുള്ളി ഒളിപ്പിച്ചു നോക്കും. കുറച്ച് കൂട്ടി പറന്ന് ചങ്ങല നമ്മൾ വരുമ്പോ ചങ്ങലൊക്കെ കിട്ടേക്കാണ്. ആദ്യമായിട്ടാണ് അത്. വേറെ ഒന്നുമല്ല, ഇവക്ക് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട്. അത് തീ വരും, സെഡേഷൻ വരുന്ന സാധനമാണ്. നീ തലക്ക് വെച്ച് വെറുതെ ഒന്ന് വെക്കടി, തീ വരും. ശരിക്കും വരൂ? ആ അത് പോയോന്നൊക്കെ ചോദിക്കുന്നു. ഇല്ലേ, അത് പോയോന്നൊക്കെ ചോദിക്കുന്നു. മറ്റേ ഇത് വരും. എന്ത് എന്ത് അമൃതേ എടി, ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തീ വരും. മറ്റേ നമ്മളെ മറ്റേ ഇത് ചെയ്യില്ലേ, എന്റെ നേരെ വെക്കല്ലേ, നേരെ ഇങ്ങോട്ട് താത്തിയിട്ട് ചെയ്യും. ഞാൻ ഇപ്പൊ ചെയ്തത് നല്ലോണം മക്കളി. ഇതിങ്ങനെ ഇങ്ങനെ 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 നമുക്ക് എനിക്ക് അങ്ങനെ മുക്കിയപ്പോഴാണ് കിട്ടിയത്. അപ്പൊ ചെയ്യുന്നില്ല, ഇത് അവർക്ക് വേദന വരുന്നതിന് മുന്നേ കൊടുക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് വേദന എടുക്കണതിന് മുന്നേ കൂടെ വന്നവരെ എന്തിനാണ് എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് അതിന്റെ ഷോക്ക് കിട്ടിയപ്പോഴേ ഒച്ച എടുക്കാൻ പുള്ളി സമ്മതിച്ചില്ല. പുള്ളി അപ്പൊ തന്നെ ഞാൻ ഒച്ച എടുക്കാൻ വേണ്ടി പോയപ്പോ പുള്ളി അപ്പൊ പിടിച്ചു തന്നാ. ഞാൻ എർത്ത് ഒരുപാട് അടിച്ചിട്ടുണ്ട്. നീ കണ്ട് ഇവൾക്ക് അപ്പോഴും മനസ്സിലാവില്ല. അടുത്തത് ഷോക്കടി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് സമർപ്പിക്കുന്നു പൂച്ചമാന്തൻ. ഷോക്കടി കഴിഞ്ഞ് പൂച്ചരൊക്കെ എറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുത്തേക്കള്. നമ്മുടെ ഷീന ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇതാണ് സാധനം. പാമ്പിന് പകരം ഇവക്ക് കൊടുക്കാൻ നമ്മൾ പോകുന്നത് ഞാഞ്ഞൂളുടെ ആണ്. ഓക്കെ, സെറ്റാണ്. അമൃത ഇത്ര നേരം പറഞ്ഞിട്ടിരുന്നത് ഭയങ്കര ചെറിയ കൈയാണെന്ന്. അവരളന്ന് നോക്കി കഴിഞ്ഞപ്പോ ഇവളുടെ 2 കൈ. അത് ഇവളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അത് ഇപ്പൊ ഇവള് തുടങ്ങിയപ്പോ ഞങ്ങക്ക് പോരടി ഉണ്ടാവില്ല. കരഞ്ഞ് ചെവിയൊക്കെ പൊട്ടി. ആർക്കാ കൊടുത്ത്? അല്ല, എനിക്ക് ഇതറിയില്ല, ഊതാനറിയില്ല. ഒരുപാട് പറഞ്ഞാ അമൃത ഇതിനെന്തോ പണി തന്നിട്ട് പുള്ളി കുറച്ചേരം അവിടെ അല്ലായിരുന്നോ നമ്മൾ വന്നപ്പോ? ശരിയാ, പുള്ളി ബാത്റൂമിൽ നിന്ന് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞ കളറിലെ സോപ്പ് വെള്ളം കാണുന്നത്. സാധാരണ വെള്ളമായിരിക്കില്ലേ, പുറത്തവിടെ കിട്ടില്ല, ഇത് അകത്തതേ കിട്ടുള്ളൂ. നിനക്ക് ഇനി എന്താടി വേണ്ടത്? കുറച്ച് കഴിഞ്ഞാൽ അൽഫാം, മന്തി. പുള്ളിയുടെ ആദ്യത്തെ വർക്കാണേ, സന്തോഷം കാണില്ലേ? ആദ്യം ചോദിച്ചവര് 1000-ന്റെ വേണോ 2000-ന്റെ വേണോ? അവള് ചൂസ് ചെയ്തത് 500-ന്റെ ആയിരുന്നു. 500-ലെ 5 സൂചി 2 ഇറുക്കില് കയ്യില് മഷിയാക്കി തരും. 1000 ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു ആൻസറും ഉണ്ടായിരുന്നു. നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ലേ, അവര് കുഴപ്പമില്ലാതെ കണ്ടിട്ട് പോയെന്നാ പറഞ്ഞു. കയ്യൊക്കെ ഒന്ന് കണ്ടേക്കട്ടെ അവസാനമായിട്ട്. കയ്യൊക്കെ പോയി. കയ്യിരിപ്പിന്റെ നായെന്ന് എഴുതുവാണെങ്കിൽ നായർന്ന് എഴുതാം. പട്ടിയെന്ന് എഴുതി കഴിഞ്ഞാൽ പേപ്പട്ടി. എടി, പട്ടിയെന്ന് എഴുതുവാണെങ്കിൽ ഫ്രണ്ടിൽ പേടാം. കൈ ഒടിയാൻ വേണ്ടി എന്താ എല്ല് തുളച്ചെടുക്കണം. ഇത് ടാറ്റു സ്കിന്നിൽ ചെയ്യുന്ന പരിപാടിയാണ്. അറിയില്ലല്ലോ ഇതിനെ കുറിച്ചൊന്നും. ആലോചിച്ച് നോക്കിയേ, സർജറി ചെയ്യുന്ന ആൾക്കാരാണ് ഗ്ലൗസ് ഇടുന്നത്. പുള്ളി എന്തിനായിരിക്കും ഗ്ലൗസ് ഇടുന്നത്? കുരിശൊക്കെ തെച്ചിട്ടോ അതേ പാതിരി വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ മറ്റേ ഇതിന്റെ ഇറില്ല. അതെ, ഇതിൽ പിടിക്കാൻ പറ്റുമോ? അത് ഏത് കയ്യിലാണെങ്കിലും പിടിച്ചു. ഇതിനായിരിക്കും ഞാൻ ആദ്യം ചവിട്ടിയിടാൻ പോണത്. ടാറ്റു അടിച്ച് ചെയ്യുമ്പോ അതിലെല്ലാം പൂവും തീർന്നിട്ടുണ്ടാവും. ഇത് ഒറിജിനൽ ആണ്. അല്ലല്ല, പിന്നെന്താ കൊഴിഞ്ഞ് കിടക്കണ കുറെ. റിയലിസ്റ്റിക് ആക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് എഴുതാൻ പോണെ. തറ
നിന്റെ പേര് എഴുതും ഇപ്പൊ. എടി അങ്ങോട്ട് നോക്കണ്ട, നീ ഇങ്ങോട്ട് നോക്ക്, നീ അതൊന്നും നോക്കല്ലേ. അവിടെ എന്തിനാ വരയ്ക്കണേ മുകളിൽ? എടി നിനക്ക് എവിടെ ടാറ്റു, അവിടെ അല്ലേ ടാറ്റു അടിക്കേണ്ടത്, പിന്നെ അവിടെ അല്ലേ വരക്കേണ്ടത്, തലയിൽ വരക്കാൻ പറ്റുമോ നിനക്ക്? ഇത്ര നീളം എന്തിനാ പോയേ? അതെ നീ തല മാറ്റി അനങ്ങരുതിട്ടാ. ടാറ്റു അടിക്കുമ്പോഴാണെങ്കിലെന്ന് പറഞ്ഞു. കൊള്ളാം ആകണേ, കൊള്ളാം. സജിയേ സജിയേ ശരിയാണല്ലോ. ഒരുമിച്ചിരിക്കാതല്ലോ, ഒരുമിച്ച് കരയാന്ന് പറയൂ. എന്നെ കൈക്ക് പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ നോട്ട് ചെയ്തിട്ട് നമ്മള് വേറൊരു ടാറ്റു ഷോപ്പ് ഇടുന്നു. എങ്ങനെയാണ് ഇവര് ടാറ്റു അടിക്കുന്നത്? കൈ അര കൈ വറക്കണം എന്ന് പറഞ്ഞു. നിന്റെ കൈയല്ലേ, നിന്റെ കൈ വറച്ച കുഴപ്പമില്ല, പുള്ളിയുടെ കൈ വറക്കുമ്പോഴാണ് പ്രശ്നമാണത്. ഇനി വേദന ഉണ്ടാവുന്നത് പറഞ്ഞ ഒറ്റ കുത്ത്. ഇപ്പൊ വേദന എടുത്തില്ലേ, ഇത് വേദന മാറ്റാനുള്ള മറ്റേ സെഡേഷൻ. നമ്മുടെ പശുവിനൊക്കെ കുത്തുമ്പത്തേനും ചെയ്യൂലേ, തൊലിക്കട്ടി കൂടുതലുള്ളവർക്ക് നമ്മൾ അങ്ങനെ ചെയ്യാം. മനസ്സിലെങ്ങനെ വിചാരിച്ചാൽ മതി സംഭവമാണെന്ന്. പെയിൻ ഉണ്ടാവൂലടി. നമ്പിങ് ക്രീം നമ്മുടെ ഫേസിൽ മറ്റേ PRP ചെയ്യുമ്പോഴുന്നില്ലേ നമ്പിങ് ക്രീം, അതിന്റെ പേര് അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇടുമ്പോ മനസ്സിലുണ്ടാവും ഈ പുള്ളി പോയാക്കിന്ന് പംകിൻ സീഡെന്നൊക്കെ. ഞങ്ങൾ ചിരിക്കും, നീ ചിരിക്കരുത്. നീ ചിരിച്ചാൽ സൈഡ് ഇങ്ങോട്ട് ചെരിയും. എന്റെ കരിയൊക്കെ പടർന്ന അവസാനം ഞാൻ ഒരു യക്ഷി രൂപത്തിൽ വരും. ഇത്ര പേടിപ്പിക്കും ഞാനും വിചാരിച്ചില്ലല്ലോ. കാരണം ടാറ്റു അടിച്ചു കഴിഞ്ഞു. ഓക്കെ കാണാൻ ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ കാണൂല, കണ്ണാടി വേണമെങ്കിൽ പോയി നോക്കണോ, വേണമെങ്കിൽ നോക്കിക്കോ. ഈ പാമ്പിന് ഇത്ര ഇതില്ലായിരുന്നല്ലോ. പാമ്പ് ഓക്കെ സെറ്റാണ്. അല്ല ഷെയ്ഡിങ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നു എനിക്ക്. ഷെയ്ഡിങ് വേണ്ടേ? എടി ഇങ്ങനെ വെച്ചാല് രസം ഉണ്ടാവുള്ളൂ കാണാൻ. ഇതിപ്പോ മഷിയായതുകൊണ്ടാവും, മറ്റേ പച്ച മഷി വരുമ്പത്തിനും പക്കയായിട്ട് വരും. പച്ച കുത്തണം എന്നല്ലേ പറയുന്നത് നോർമലി. പച്ചയാണ് കറുപ്പാണോ വല്ലത്? കറുപ്പ്. സോറി കേട്ടോ, എന്റെ മിസ്റ്റേക്ക്, എനിക്കറിയില്ല ഇതിനെ പറ്റി. ഇതവളെ എറിഞ്ഞു പൊട്ടി ചെയ്യാണ്ടിരിക്കാൻ. ഷെയ്ഡിങ് വരുമോ ഇതില്? എന്തിനാ ബ്രോ അത് സ്റ്റിക്കർ അടിച്ചേക്കണ? ചോര തെറിക്കാണ്ടിരിക്കാനാ? ചോര തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അത് വാട്ടർ പ്രൂഫ് ആക്കിയിട്ട് ഇങ്ങനത്തെ സൗണ്ടൊക്കെ മോത്തൊക്കെ ചോര തെറിക്കണം. അത് ഒരുപാട് തരും. ചോരയൊക്കെ തുടക്കാനുള്ളല്ലേ, മഷി തീർക്കുക. ഏത് ഡോക്ടറാണെങ്കിലും ഇവരുടെ പേര് പറയുമ്പോഴത്തേനും അവർക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടേ അവസാനം പുള്ളി പേന വെച്ചിട്ട് തറ നിന്റെ പേര് എഴുതാനാ പറഞ്ഞത്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അങ്ങോട്ട് സാധിച്ചു കൊടുക്കണമല്ലോ. പക്ഷെ ഇത്തിരി കൂടുതലായി പോയി. 7 സൂചി വെച്ചാൽ കുത്താൻ പോണത്, പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് 5 സൂചിയും 2 ഇറക്കിലും. അങ്ങനെയാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പാക്കേജ് എടുത്തേക്കുന്നതാണ്. അമ്മും മക്കിളി വായാടി. ഇതാണ് സാധനം. അതിന്റെ ചാർജ് തീർന്നു എന്ത് ചെയ്യും ബ്രോ? ഞാൻ കൈ വലിച്ച ഇവിടെ ഒരു കൈ ഇങ്ങനെ വരും. കൈ വരച്ചാലേ പാമ്പ് മാറിയിട്ട് അനക്കരുതിട്ടാ. നീ അല്ലേ പറഞ്ഞ വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫണ്ട്സ്? ഇതൊക്കെ നാണക്കേടാട്ടാ. കുഞ്ഞി പിള്ളേര് വരെ ടാറ്റു അടിച്ചിട്ട് പോണേണ്. ഓക്കെ അല്ലേ? മഷി തീർന്നു. ലൈറ്റ് വേണ്ട. അതല്ല 500 അല്ലേ കറണ്ട് ചാർജ് പിന്നെയും പോണല്ലേ. എടി വലിയ ഇതൊന്നും ഇല്ല. പുള്ളിയുടെ ചെവി ഒരെണ്ണം പോയി. എടി പാതിൽ വെച്ച് നിർത്തിട്ട് പോകാൻ പറ്റില്ല, പിന്നെ തീർക്കണം. നിനക്കിന്ന് പരിപാടിയുള്ളതാണ്. ജസ്റ്റ് കുത്തിട്ട് അപ്പൊ തന്നെ പൊക്കും. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് പറയും. അതവര് കുത്തിയില്ലായിരുന്നു, പുള്ളി പറ്റിച്ചതാ, കുത്തിയില്ലായിരുന്നു. അവർ ചിലപ്പോ പെട്ടെന്ന് വലിക്കൂട്ടാ. എന്റെ കയ്യിൽ പച്ചക്കളർ, അവളുടെ കവളത്ത് ചുവന്ന കളർ. സെറ്റാണോ? പ്രശ്നമില്ല, കൈ അനക്കാണ്ടിരുന്നാ മതി. അയ്യ ഇത്രേ ഉള്ളു വേദന. അതിനാണ് നീ കിടന്ന് മറ്റേ ഒച്ചപ്പാടും പോലെ ഉണ്ടാക്കിയത്. ഇത്രേ ഉള്ളു. വേണം നിനക്ക് അടിക്കണോ? നീ നിന്റെ കണ്ണങ്ങനെ നോക്കല്ലേ, കോങ്കണ്ണായി പോകും. മാറ്റി നോക്ക്. ഞാൻ വിചാരിച്ചു ഇവള് അലറി കരയോന്നൊക്കെ. അത് തൊടുന്നതിന് മുമ്പ് അവള് അലറി. എന്താണ് ബ്രോ, ഞങ്ങൾ നിങ്ങളെ പറ്റി ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചു. കുറച്ച് പെയിൻ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചത്. വാശിക്ക് പിന്നെ കുത്തി പണ്ടാറക്കുന്നത്. അവസാനമേ ഇത് കഴിയുമ്പോൾ ഇവിടെയും സെയിം സാധനം, ഇപ്പുറത്തും സെയിം സാധനം. പുള്ളിയുടെ കോൺസെൻട്രേഷൻ പോലെ ചേട്ടാ. മൈക്ക് തിരിച്ചു പിടിക്കട്ടെ. ശ്വാസം പിടിച്ചിരിക്കണേ. അപ്പൊ ഷീന്റെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ പാമ്പിനെയൊക്കെ വരച്ച് സെറ്റാക്കി അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഇനി വീട്ടിൽ കൊണ്ടുപോയി പാമ്പിനെ വളർത്തുന്നതായിരിക്കും. സഞ്ചരിക്കുന്ന പാമ്പായോള്. സഞ്ചരിക്കുന്ന പാമ്പ്. സാധാരണ രാത്രി 11 മണി കഴിഞ്ഞാണ് ഇവള് പാമ്പാകാറ്. ഇതിപ്പോ സ്ഥിരം പാമ്പ്. അങ്ങനെ സോ യെസ്. അപ്പൊ ഫൈനലി നമ്മളുടെ റിസൾട്ട് ബി പോസിറ്റീവ്. അതൊരാളായിട്ട് തന്നെ കണ്ടട്ടാ. കണ്ടത് ട്രാക്ക് ചെയ്യാനുണ്ടോ? ദേ സീരിയസ്ലി ട്രാക്കിംഗ് ഉണ്ട്. അങ്ങോട്ട് ഇത് മറ്റേ തല തിരിയാനുണ്ടോ? ഇത് എന്താ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്? പുള്ളിയുടെ ഇനി ഒരുപാട് ടാറ്റു ഇതേപോലെ ആകട്ടെ. എന്താ പറയാ, ഇതിനെന്താ പറയണത്? ഇതിന്റെ പേരെന്താ? മെഡൂസ, ഇത് മണ്ടൂസ.
എങ്ങനെയുണ്ട് ആ പ്രാസം? അതെങ്ങനെയുണ്ട്? ജക്കൂസ. എടി അതിന് അത് നോട്ട് ചെയ്തോട്ടെ ആ സാധനം. മെഡൂസ ആൻഡ് മണ്ടൂസ. മെഡൂസയും മണ്ടൂസയും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഷീന. അപ്പോൾ സെറ്റാണ് ഷീനയുടെ ടാറ്റു. നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ടാറ്റു അടിക്കുന്ന സമയത്ത്, കാരണം ഇവള് കരഞ്ഞില്ല. പിന്നെ ടാറ്റു അടിക്കുന്ന പുള്ളി ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. സംഭവം പറഞ്ഞ പോലെ തന്നെ സെറ്റാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ ഫസ്റ്റ് ടാറ്റു എന്ന് പറയുമോ? വീട്ടിൽ ചെന്നിട്ടേ ഇവള് തുടക്കുമ്പോഴേ മാഞ്ഞു പോണമല്ലേ. എടി സോപ്പിടർത്താ റബ്ബർ, പിന്നെ മറ്റേ റബ്ബറല്ലേ നമ്മുടെ പെൻസിലൊക്കെ മായ്ക്കുന്ന റബ്ബർ. ഓ അതപ്പൊ സിമ്പിളായി. ഇത്ര നാളൊരു റീസൺ നോക്കി നടക്കുവായിരുന്നു, അത് സെറ്റായി. 7 ദിവസം മാത്രം, 8ാമത്തെ ദിവസമേ അമൃത 7 ദിവസം കഴിഞ്ഞ് ഷീന ഇതുവഴി പോകുമ്പോഴത്തേന് പുള്ളിതേ നമ്മുടെ ടാറ്റു അടിച്ച് ആരും ഇതുവഴി പോകുന്നുണ്ട്. ഒരാഴ്ച കുളിക്കാൻ പറ്റില്ല. ഇന്ന് വെള്ളം കൊള്ളാവും, ഇന്ന് മാത്രം വെള്ളം കൊള്ളാം. കുറച്ച് കളയരുത്, ബാഗുകൊണ്ട് കടിച്ച് കളഞ്ഞു. അപ്പൊ ഈ സ്കിന്ന് പൊളിഞ്ഞു വരുമ്പത്തേന് ഇവളുടെ കൈ കൊണ്ട് പൊളിച്ച് ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ. തൊടാവോ? തൊടാൻ പറ്റില്ല, തൊട്ട് പോകും. അപ്പൊ ഇന്ന് മുതൽ ഷീന 7 ദിവസത്തേക്ക് കൈ ക്രോസ്. ഷീനയും ഞങ്ങൾ എല്ലാരും കൂടി പോവാണ് ഗൈസ്. അപ്പൊ ഞങ്ങള് വീട്ടിലേക്കും ഷീന പാർട്ടിയിലേക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ബ്രോ. ബാക്കി ഇരുന്ന് കാണുക ലൂപ്പ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ടാറ്റും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇവള് നേരെ പബ്ബിലേക്കും ഞങ്ങൾ നേരെ ഹബ്ബിലേക്കും. ഹബ്ബിലോട്ടും. എനിവേ താങ്ക്സ്. 10 കൈയെങ്കിലും ടാറ്റു ചെയ്തെങ്കിൽ മാത്രമേ വേറെ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അമൃതക്ക് ഇതേപോലെ ഒരെണ്ണം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്, ഒരു ഡോങ്കി. സാരമില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങൾ പോവാണ്. അടുത്തൊരു വ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ ആത്മേരാ. ഓക്കെ ബൈ.